ഹലോ എവ്രി വൺ. ഞാൻ സി എ ഷാൻറുസ്മാൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നവംബർ 2020 എക്സാം ബേസ് ചെയ്തിട്ട് സ്റ്റുഡൻസ് കോമൺലി റേസ് ചെയ്യുന്ന കുറച്ച് കൺസേൺസ് സാറേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. മെയ് 20 നടക്കേണ്ട എക്സാം ആയിരുന്നു, അത് നവംബർ 20 മേർജ് ചെയ്തു. നവംബർ 20 നടക്കേണ്ട എക്സാം ഇപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഡ്യൂ ഡേറ്റിൽ തന്നെ എക്സാംസ് നടക്കുന്നില്ല. ഇനി ഇപ്പോൾ പറഞ്ഞ ഡേറ്റിൽ എക്സാം നടക്കുമോ? നടന്നാൽ തന്നെ അത് എങ്ങനെ ഉണ്ടാവുക? നമ്മുടെ എഫിഷ്യൻസി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പഠിക്കാൻ പറ്റുന്നില്ല. ഫ്യൂച്ചർ അൺസർട്ടൈൻ ആണ്. എന്താ സംഭവിക്കുക? കൊറോണ സംഭവങ്ങൾ, ഈ ഫാക്ടേഴ്സ് ആണ് ഫുൾ ഇപ്പം കോമൺലി സ്റ്റുഡൻസ് ഇപ്പോൾ റേസ് ചെയ്തിട്ടുള്ള കൺസേൺസ്. സ്റ്റുഡൻസിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാറ്റഗറി ആയിട്ട് ഇപ്പോൾ ഞാൻ എനിക്ക് വരുന്ന റെസ്പോൺസ് മെസ്സേജസിന്റെ ബേസിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒരു കാറ്റഗറി സ്റ്റുഡൻസ് പഠിത്തം ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ, നമ്മൾ ഇനി തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു കൺസേൺ. രണ്ടാമത്തെ ഒരു കാറ്റഗറി, ഒരു ആവറേജ് ലെവൽ കാറ്റഗറി മനസ്സിലാക്കിയ സ്റ്റുഡൻസ് ഏറെക്കുറെയൊക്കെ പഠിച്ചു, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എസ്പെഷ്യലി ഈ നവംബർ 20 എക്സാംസിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഈ നവംബർ 20 എക്സാമിൽ കൊടുക്കാൻ പോകുന്ന റെഗുലർ സ്റ്റുഡൻസ്. അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഒക്കെ പെട്ടെന്ന് റീഓപ്പൺ ചെയ്യും, അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്ന് ഡിലേ ഒക്കെ വന്ന് എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാനായപ്പോഴേക്കും, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായപ്പോഴേക്കും കുറച്ച് നല്ല ഡിലേ വന്ന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഏറെക്കുറെ എന്തൊക്കെയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് ആർ വി സപ്പോസ് ടു ഡു എന്ന് ചോദിക്കുന്ന ഒരു സെക്കൻഡ് കാറ്റഗറി സ്റ്റുഡൻസ്. ആൻഡ് തേർഡ് കാറ്റഗറി സ്റ്റുഡൻസ് നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു സാറേ, നമ്മൾ പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞു, എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് മെയ് 20 എക്സാം തൊട്ട് തന്നെ. അതിപ്പോൾ നവംബറിലേക്ക് ഷിഫ്റ്റ് ആയി, അതന്നെ വീണ്ടും പോസ്റ്റ്പോൺ ആയി. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എഫിഷ്യൻസി തന്നെ, പഠിക്കാനുള്ള മൂഡ് തന്നെ പോകണം, എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ഒരു കാറ്റഗറി സ്റ്റുഡൻസും. What are you supposed to do? What is my advice? I'll explain all those points. I'll give you certain tips and all. Before that, 3 stories I would like to share with you. 3 stories, 3 ആൾക്കാരുടെ സ്റ്റോറീസ് which had inspired me a lot, and I believe അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആപ്റ്റ് ആയിരിക്കും. Let's see. The first one is about Kerali Tech Hacks. പിക്ചർ തന്നെ മനസ്സിലാക്കുക, ആളൊരു ഷൂട്ടറാണ്. എന്താണ് ഇപ്പോൾ ഒരു ഷൂട്ടറിനും നമ്മളെ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സും തമ്മിലുള്ള ഒരു ബന്ധം? കേരളി ബേസിക്കലി ഒരു സോൾജർ ആയിരുന്നു, ഹംഗേറിയൻ ആർമിയിലായിരുന്നു. ആൻഡ് ഹിസ് എയിം വാസ്, ഹിസ് ബിഗസ്റ്റ് ഡ്രീം വാസ് വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടർ ആവുക എന്നുള്ളത്. ആൻഡ് ഈ പേർപ്പസിന് വേണ്ടി കേരളി കണ്ടിന്യൂസ്ലി ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. 1940s നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിൽ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടർ ആവണം എന്നുള്ള എയിമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു റഫ്ലി ഒരു 2 years ബിഫോർ നമ്മൾ ഒളിമ്പിക്സ് നടക്കേണ്ട ഒരു 2 years മുമ്പ് ഒരു ഡിഫക്റ്റീവ് ഗ്രനേഡ് എക്സ്പ്ലോഷനിലൂടെ കേരളിയുടെ റൈറ്റ് ഹാൻഡ് ഇഞ്ചുറിയാണ്. ആർമിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രനേഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രനേഡ് ഡിഫക്റ്റീവ് ആയിരുന്നു, അത് എക്സ്പ്ലോഡ് ചെയ്ത് കൈ ഡാമേജ് ആയി. നൗ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ പോവാണ്. ഓൾമോസ്റ്റ് ഒരു 1 month ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുത്തിട്ട് നൗ കംസ് ദ സ്റ്റേജ്, ഒളിമ്പിക്സ് വരാൻ പോവാണ്. വാട്ട് ആർ വി സപ്പോസ് ടു ഡു നൗ? എയ്തർ ഗിവ് അപ്പ് ഓൺ അവർ ഹോപ്പ്, എൻ്റെ ബിഗസ്റ്റ് ഡ്രീം കാര്യങ്ങൾ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യമില്ല, കൈ തന്നെ പോയി, ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ നോക്കിയിട്ട് കാര്യം എന്നുള്ള നിലക്ക് ഡ്രീം ഗിവ് അപ്പ് ചെയ്യുക. ഓർ ഹി ഹാഡ് എ സെക്കൻഡ് ഓപ്ഷൻ. വാട്ട് ഈസ് ദി സെക്കൻഡ് ഓപ്ഷൻ? സെക്കൻഡ് ഓപ്ഷൻ അവിടെ നിൽക്കട്ടെ. സി അറ്റ് ദിസ് പെർട്ടിക്കുലർ സ്റ്റേജ്, ഇപ്പോൾ പൊതുവെ നമ്മളെ ഒരു റിസോഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ല. ഹി ഹാഡ് എവറി റൈറ്റ് ആ നടന്ന ഇൻസിഡന്റ്, എൻ്റെ വിധി ഇങ്ങനെയാണ്, അതിന് കേസ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രനേഡ് ഉണ്ടാക്കിയ കമ്പനി ഒരു ഡിഫക്റ്റീവ് കമ്പനി അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ബ്ലെയിം ചെയ്ത് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ആ ഡ്രീം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോകാനുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു. ഈവൻ ഇഫ് ഹി ഹാഡ് ഡൺ ദാറ്റ്, ആരും കേരളിനെ വാട്ട് വി ക്യാൻ സേ ബ്ലെയിമും ചെയ്യൂല, ബിക്കോസ് ദർ നത്തിങ് ഹി ക്യാൻ ഡു. ബട്ട് കേരളി ആക്ച്വലി ചെയ്തത് 1 month ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കേരളി ആക്ച്വലി ചെയ്തത്, ഐ വോണ്ട് ടു ബി ദ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടർ. എൻ്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഞാൻ ഇത്രയും കാലം ട്രെയിൻ ചെയ്തത്. ഫൈൻ, ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ട് ഇനി നത്തിങ് വി ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. മിസ്സായ കാര്യം പോയി. ഐ എം സ്റ്റിൽ ഹാവിങ് എ ലെഫ്റ്റ് ഹാൻഡ് വിത്ത് മീ. ഇതിനെ ട്രെയിൻ ചെയ്ത് ലെറ്റ്സ് മേക്ക് ഇറ്റ് ദ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടർ. ദ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടിംഗ് ഹാൻഡ് മൈ ലെഫ്റ്റ് ഹാൻഡ്. കം ഓൺ, നമ്മൾ ആരും കേരളയിലൊക്കെ ഇപ്പോൾ മല വയറ്റുന്ന വരുമ്പോൾ തന്നെ കയ്യിൽ പിസ്റ്റോളും പിടിച്ചിട്ട് ബെസ്റ്റ് ഷൂട്ടിംഗ് ഹാൻഡ് ആയിട്ട് അല്ലല്ലോ ഇപ്പോൾ ഭൂമിക്ക് വന്നത്. ഇത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് ട്രെയിൻ ചെയ്തിട്ട് വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടിംഗ് ഹാൻഡ് ആക്കി മാറ്റിയതാണ്. സോ എന്തുകൊണ്ട് വൈ കാണ്ട് ഐ, ഇഫ് ഐ ക്യാൻ, റൈറ്റ് ഹാൻഡ് വെച്ച് ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വൈ കാണ്ട് ഐ ട്രെയിൻ മൈ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് മേക്ക് ഇറ്റ് ദ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടിംഗ് ഹാൻഡ്? കേരളി സീക്രട്ട്ലി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർ ഹിസ് ട്രീറ്റ്മെന്റ് ആൻഡ് ഓൾ ലെഫ്റ്റ് ഹാൻഡ് ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്ത്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഹി വാസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ വേർ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതാൻ പോലും അറിയാത്ത സമയത്താണ് ഇത് വെച്ചിട്ട് പിസ്റ്റൾ ഷൂട്ടിംഗ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ഒരു മനുഷ്യനോടും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. 1939 ഹംഗറിയിൽ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്, അതിൽ കേരളി പോയി.
കേരളയിൽ പോയപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണ ബാക്കിയുള്ള കൊളീഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഐ മീൻ ഒന്ന് കംഫർട്ട് ചെയ്യണം കേരളിനെ കണ്ടപ്പോൾ. ഓ സാരല്ല പോട്ടെ. വി റിയലി അപ്രീഷിയേറ്റ് യുവർ കറേജ്. നിങ്ങൾ എന്തായാലും ഇപ്പോൾ നമ്മളെ കളി കാണാൻ ഇവിടെ വന്നല്ലോ, അതന്നെ വലിയൊരു സംഭവമാണ്. നിങ്ങളെ കറേജും ആ പാഷനും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. നമ്മളെ കേരളി പറഞ്ഞു, ഞാനിവിടെ നിങ്ങൾ കളി കാണാൻ വന്നതൊന്നുമല്ല, ഞാനിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ആയിക്കോട്ടെ. നൗ ദേ വർ എക്സ്പെക്ടിങ് കേരളി ഇഞ്ചേർഡ് ആയിട്ടുള്ള ആ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും പിസ്റ്റളൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും ട്രിഗറൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഓൻ്റെ ആഗ്രഹമല്ലേ അതൊന്ന് ചെയ്തോട്ടെ എന്നുള്ള നിലക്കായിരുന്നു. ദാറ്റ് വാസ് വാട്ട് ദേ വർ എക്സ്പെക്ടിങ്. ബട്ട് വെൻ കേരളീസ് ടേൺ കെയിം, മൂപ്പരാണ് വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തോക്കാണ് എടുത്ത് നേരെ ടാ 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 ആൻഡ് വെച്ച ഓരോ ഷോട്ടും കറക്റ്റ് ടാർഗറ്റിനെ കൊണ്ട് ഓഡിയൻസ് എല്ലാവരും ഷോക്ട് ആയിട്ട് ഇതിപ്പോൾ എന്താ കൂടെ സംഭവിച്ചതെന്നുള്ള നിലക്ക് മൂപ്പര് ഗോൾഡ് മെഡൽ അടിച്ച് മൂപ്പര് പോയി. Now his dream was not to win national level championship എന്നുള്ളതല്ലായിരുന്നു ഡ്രീം. He wanted to be the world's best shooter. ഒളിമ്പിക്സ് 1940 നടക്കാനും പോകുന്നത്. ഇഫ് ഇതുവരെ പറഞ്ഞ ബേസിസിൽ തന്നെ ഐ മീൻ ഓക്കെ, നല്ല അടിപൊളി ഇൻസിഡന്റ് ആണ്, നല്ല അടിപൊളി സ്റ്റോറിയാണ്. ഇഫ് ദാറ്റ് ഇസ് വാട്ട് യു ഫെൽ, ദ റിയൽ സ്റ്റോറി ഇസ് ആക്ച്വലി സ്റ്റാർട്ടിംഗ് ഫ്രം ഹിയർ. 1940 നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സ് വേൾഡ് വാർ 2 കാരണം ക്യാൻസൽഡ് ആവുകയാണ്. കേരള പറഞ്ഞു പോട്ടെ, നോക്കാം അടുത്ത ഒളിമ്പിക്സിലേക്ക് നോക്കാം. ഏത് 1944 ആഫ്റ്റർ 4 years കേരള കണ്ടിന്യൂ ട്രെയിനിങ് കാര്യങ്ങൾ. 1944 ഞാൻ പോകുന്നു, എൻ്റെ കൺട്രിക്ക് വേണ്ടി ഞാൻ ഗോൾഡ് മെഡൽ എടുക്കുന്നു. ഐ എം ഗോയിങ് ടു ബി ദ വേൾഡ്സ് ബെസ്റ്റ് ഷൂട്ടർ. ബട്ട് അഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി 1944 ഒളിമ്പിക്സും വേൾഡ് വാർ കാരണം ക്യാൻസൽഡ് ആവുകയാണ്. കേരള അഗെയിൻ ഷിഫ്റ്റഡ് ഹിസ് ഫോക്കസ് ഫ്രം 1944 ടു 1948 നടക്കാൻ പോണ ഒളിമ്പിക്സ്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് 1948 ആയപ്പോഴേക്കും ഹീസ് ഓൾമോസ്റ്റ് ഓഫ് ദി ഏജ് ഓഫ് 38 years. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അറ്റ്ലീസ്റ്റ് കേരളയിൽ ഹോപ്പുള്ള ആൾക്കാർക്കെങ്കിലും ഈ ഒളിമ്പിക്സിലൊക്കെ അത്ലീറ്റ്സ് ആവട്ടെ, ഏത് കോമ്പറ്റീഷൻ ആവട്ടെ, ഒരു ഏജ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ഈവൻ ഇഫ് നോ മാറ്റർ ഹൗ വെൽ യു പെർഫോം, ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വരാൻ പോവാണ്. ഹി വാസ് നോട്ട് എ ഫേവറേറ്റ്. ആ കൺട്രിയിൽ തന്നെ ആൾക്കാരെ കൂട്ടുന്ന ഹി വാസ് നോട്ട് എ ഫേവറേറ്റ്. 1948 കേരളയിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അന്ന് ഗോൾഡ് മെഡൽ അടിച്ചു എന്ന് മാത്രമല്ല വേൾഡ് റെക്കോർഡും സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റിൽ ദർ ആർ സർട്ടൻ കോഡ്സ് ദാറ്റ് ഇൻസ്പയർഡ് മീ അലോട്ട്. ഓക്കെ, അതായത് ബാക്കിയുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവരും ദേ വർ പാർട്ടിസിപ്പേറ്റിംഗ്, ദേ വർ കോമ്പീറ്റിംഗ് വിത്ത് ദെയർ ബെസ്റ്റ് ഹാൻഡ്. പക്ഷേ കേരളി ഹി വാസ് കോമ്പീറ്റിംഗ് വിത്ത് ഹിസ് ഓൺലി ഹാൻഡ്. 1948 ഗോൾഡ് മെഡൽ അടിച്ചു, കേരളി അവിടെ നിർത്തിയില്ല. 1952 ഒളിമ്പിക്സിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിലും ഗോൾഡ് മെഡൽ അടിച്ചു. കോൺസിക്യൂട്ടീവ്ലി 2 ഒളിമ്പിക്സിൽ കോൺസിക്യൂട്ടീവ്ലി ഗോൾഡ് മെഡൽ അടിച്ചിട്ട് വരികയാണ്. ഫ്രം ദാറ്റ് വൺ ഇൻസിഡന്റ് ഇറ്റ്സെൽഫ് ഇറ്റ് ടെൽസ് മീ ദാറ്റ് ഈവൻ ഇഫ് 1948 ഒളിമ്പിക്സും ക്യാൻസൽഡ് ആയിരുന്നെങ്കിലും he would have still waited 1952 ആളി പെർഫോമൻസ് വെക്കുമായിരുന്നു. ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഇൻസിഡന്റ്. 2 ഇവന്റിലും കണ്ടിന്യൂസ്ലി ഇയാൾ ഗോൾഡ് മെഡൽ അടിച്ചു. കേരളയുടെ സക്സസ് കേരളീനെ ഡിനൈഡ് ആയിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് പോസ്റ്റ്പോണ്ട്. ആ 2 ഇവന്റും ക്യാൻസൽഡ് ആയിട്ട് ഇറ്റ് വാസ് ജസ്റ്റ് ഡിലേഡ് ബേസിക്കലി. പ്ലസ് അനദർ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ദാറ്റ് ഐ ഫെൽറ്റ് ദ സ്റ്റോറി വാസ്, എല്ലാം കഴിഞ്ഞ് ആക്സിഡന്റ് ഇഞ്ചുറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു മനുഷ്യനോടും പറയാതെയാണ് ട്രെയിനിങ് ചെയ്തത്. ദിസ് ഇസ് എ വെരി റെലവൻറ്റ് പോയിന്റ്. കാരണം നമ്മുടെ ലൈഫിൽ തന്നെ അത് ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾ ഒരു കോഴ്സ് പെർസ്യൂ ചെയ്യുന്നതാവട്ടെ, അല്ലെങ്കിൽ ലൈഫിൽ എന്തൊരു ഫാക്ടർ ചെയ്യുന്നതാവട്ടെ, നമ്മൾ ആരെങ്കിലും അടുത്ത് പോയിട്ട് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ മെജോറിറ്റി ആൾക്കാരും നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അത് ചെയ്യണ്ട, അത് ചെയ്യാൻ പറ്റൂല. പലരും ചിലപ്പോൾ ജെന്വിൻ കൺസേൺസ് കാരണമായിരിക്കും പറയുന്നത്, ബട്ട് അതർവൈസ് പൊതുവെ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഈ ക്രൂഷ്യൽ ടൈമിൽ വെൻ യു സിറ്റിംഗ് ഫോർ സ്റ്റഡീസ് ആൻഡ് ഓൾ, ബി സെലക്റ്റീവ് വിത്ത് ദ പീപ്പിൾ യു സ്പെൻഡ് ടൈം വിത്ത്. പോസിറ്റീവ് ആയിട്ടുള്ള പറയുന്ന ആൾക്കാരുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആക്കാൻ നോക്കുക. ചേസ് യുവർ ഡ്രീംസ് നോ മാറ്റർ വാട്ട് എവർ ലൈഫ് ഗിവ്സ് യു. നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പേഴ്സൻ്റെ സ്റ്റോറി എടുത്ത് നോക്കുകയാണെങ്കിലും അവരെ പാഷനെ ഫോളോ ചെയ്യാൻ നോക്കിയിട്ട് ദ പാത്ത് വാസ് നോട്ട് ഈസി. അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു അഡ്വേഴ്സിറ്റി വരും. ആൻഡ് അതായത് ഒരു പ്രോപ്പർ ഡൗൺഫോൾ, ഇനി തിരിച്ചു വരാൻ പറ്റൂല എന്നുള്ളൊരു സിറ്റുവേഷനിലുള്ള ഡൗൺഫോൾ, അതിൽ നിന്ന് അവർ ഓവർകം ചെയ്തിട്ട് പിന്നെ സക്സസ്ഫുൾ ആവുന്ന സ്റ്റോറിയാണ്. നമ്മൾ ആറ് സ്റ്റോറി ഇട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റീവ് ജോബ്സ് ആവട്ടെ, സച്ചിൻ ടെണ്ടുൽക്കർ ആവട്ടെ, സന്ദീപ് സിംഗ് ആര്, ഇന്ത്യയുടെ ഹോക്കി ക്യാപ്റ്റൻ. മൂപ്പരുടെ ബേസിൽ ഒരു മൂവി ഉണ്ടായിരുന്നു ബൈ ദ നെയിം സുർമ. വാട്ട് ഹാപ്പൻ, ഒരു പ്രോപ്പർ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ചെക്കന് ഹോക്കി ടീമിൽ കയറി അത്യാവശ്യം നല്ല പെർഫോം ചെയ്ത് വൺ ഓഫ് ദി ബെസ്റ്റ് ഹോക്കി പ്ലെയർ ആയി മാറി, അത്യാവശ്യം ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ടാക്കി, ഒരു ആക്സിഡന്റിലൂടെ പാരലൈസ്ഡ് ആവുകയാണ്. പാരലൈസ്ഡ് ആയിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും ഹോപ്പ് കാര്യങ്ങൾ ഒഴിവാക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് ഹോക്കി പോയിട്ട് ആൾക്കിന് നിൽക്കാൻ പോലും പറ്റാത്ത കണ്ടീഷൻ ആയിരിക്കും. ഹി വുഡ് ഹാവ് ടു സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ വീൽ ചെയർ എന്നാണ് പറയുന്നത്. ആ സ്റ്റേജിൽ നിന്ന് ഉള്ള പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഫുള്ള് വിറ്റിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് US പോയി തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്ദീപ് സിംഗ് ജി തിരിച്ചു വരികയാണ് ടു ബി ദ ബെസ്റ്റ് ഹോക്കി പ്ലെയർ അഗെയിൻ.
നമ്മളെ കൺട്രിയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാകുമ്പോൾ പിന്നെ വൈ ഡിഡ് ഐ ഓപ്റ്റ് കേരളി റാദർ ദാൻ സന്ദീപ് സിംഗ്? കാരണം കേരളയുടെ സ്റ്റോറിയിൽ ഉണ്ടായിരുന്ന വേറെ ഫാക്ടർ വിച്ച് ഐ ഹാഡ് ടു ഷെയർ വിത്ത് യു വാസ് ആ എക്സാം പോസ്റ്റ്പോണ്ട് ആയത്. ഐ മീൻ നമ്മൾ ഒളിമ്പിക്സ് 2 പ്രാവശ്യം പോസ്റ്റ്പോണ്ട് ആയത്. ആൻഡ് ഓരോ പ്രാവശ്യം വെയിറ്റ് ചെയ്യേണ്ടി വന്നതും 4 years ഈച്ച് ആയിരുന്നു, 8 years. എന്നിട്ടും ആ ഡിറ്റർമിനേഷൻ വിടാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന് ഹി അച്ചീവ്ഡ് വാട്ട് ഹി വാണ്ടഡ് ടു അച്ചീവ്. അവിടെ ആ മിസ്സായി പോയ കയ്യോ അല്ലെങ്കിൽ ഏജ് ഇതൊന്നും ഒരു ഫാക്ടർ ആവാൻ നിന്നില്ല. ബാക്കിയുള്ള ആൾക്കാർ എന്താ പറയുക, ഒന്നും ഫാക്ടർ ആവാൻ നിന്നില്ല. ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഫോക്കസ് ചെയ്ത് ഹി അച്ചീവ്ഡ് വാട്ട് ഹി ഹാഡ് ടു അച്ചീവ്. നിങ്ങള് നിങ്ങൾ സംഭവം പറയാതെ കണ്ടത് ഇതല്ല മറ്റേ തോക്കുള്ള ആ ഫോട്ടോ കാണുമ്പോ തന്നെ CA Rajni Gopal. There are 2 more stories and both are related to chartered accountancy. CA Rajni Gopal, the first visually challenged women to be a chartered accountant. Rajni Gopal's story എന്താ, she was not blind by birth. സ്കൂൾ ടൈമിൽ കാര്യങ്ങളൊക്കെ ഒരു നോർമൽ ചൈൽഡ് ആയിരുന്നു, നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത മെഡിസിൻ്റെ ഓവർ ഡോസേജ് കാരണം വിഷൻ ഗ്രാജുവലി ഡിറ്ററേറ്റ് ചെയ്യാണ്. ആദ്യം റൈറ്റ് ഐയുടെ വിഷൻ പോയി. ആൻഡ് അപ്പോൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരുപാട് ചാലഞ്ചസ്, ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്നു, ബാക്കിയുള്ള റിലേറ്റീവ്സ് കാര്യങ്ങളെല്ലാവരും ഭയങ്കര സിമ്പത്തി. യുനോ അങ്ങനെ ഒരു ഫാക്ടർ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. ഐ മീൻ ദാറ്റ് ആ പേഴ്സണെ തന്നെ ടോട്ടലി ഇല്ലാതാക്കും. ബട്ട് രജനി മാം യൂസ് ടു സേ എനിക്ക് എൻ്റെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ആൻഡ് കുറച്ച് ഫ്യൂ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവർ ഫുൾ സപ്പോർട്ട്. അവർ ആസ് എഫ് ഒന്നും സംഭവിച്ചിട്ട് തന്നെ അല്ല, അവർ നോർമലി ഒരാളോട് ഡീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു സപ്പോർട്ടീവ് ആയിരുന്നു. ഓൾമോസ്റ്റ് സ്റ്റഡീസൊക്കെ സെൽഫ് സ്റ്റഡീസ് ആയിരുന്നു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ടാണ് CA കോഴ്സ് ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ വരുന്നത്. ആൻഡ് വാട്ട് ഷീ ഫെൽറ്റ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം വാസ്, എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തുകൂടാ? സെൽഫ് സ്റ്റഡി ആയിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടൻസി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആ ഒരു റൈറ്റ് ഐക്കാണ് ഇഞ്ചുറി ഉള്ളത്, ലെഫ്റ്റ് ഐ വെച്ചിട്ടൊക്കെ വായിക്കും, ബുക്സ് വളരെ എടുത്ത് വെച്ചിട്ട് വായിക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം വായിക്കാൻ പറ്റില്ല, ഭയങ്കര സ്ട്രെയിൻ ആണ്. സോ വാട്ട് ഷീ യൂസ് ടു ഡു വാസ്, കുറേ നേരം ബുക്സ് വായിക്കും, പിന്നെ കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം കണ്ണിന് റെസ്റ്റ് കൊടുക്കും, അതേ സമയത്ത് തന്നെ ഈ വായിച്ച സാധനങ്ങൾ റിവൈസും ചെയ്യും. ഇങ്ങനെ കണ്ണിന് കൊടുക്കേണ്ട റെസ്റ്റും കൊടുക്കായിരുന്നു, പ്ലസ് റിവിഷനും കാര്യങ്ങളും നടന്നു പോകുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി റൈറ്റ് ഐയുടെയും വിഷൻ ഡിറ്ററേറ്റ് ചെയ്ത് തുടങ്ങി, അതിൻ്റെ വിഷനും പോയി. ബട്ട് സ്റ്റഡീസ് അവിടെ നിർത്താൻ സമ്മതിച്ചില്ല. ഷീ സ്റ്റാർട്ടഡ് യൂസിങ് സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർസ്, കമ്പ്യൂട്ടറിൽ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർസ് ഇന്നും വർക്ക് ചെയ്യുന്നത് അങ്ങനത്തെ സോഫ്റ്റ്വെയർസിൻ്റെ ഹെൽപ്പോട് കൂടിയാണെന്നാണ് ഞാൻ ആർട്ടിക്കിൾ വായിച്ചപ്പോൾ what I could understand. അപ്പോൾ സ്റ്റഡീസ് മെറ്റീരിയൽസ് ഫുള്ള് സോഫ്റ്റ് കോപ്പി ആക്കി റീഡിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ട് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്ത് പോയി. പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ ടീച്ചേഴ്സിൻ്റെയും മറ്റ് ഒരുപാട് വോളണ്ടിയേഴ്സിൻ്റെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന് ഷീ ഹാഡ് അച്ചീവ്ഡ് എ റെയിം. ഷീ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ടുഡേ. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എന്ന് മാത്രമല്ല, ടുഡേ ഷീ വോളണ്ടിയേഴ്സ് ഫിസിക്കലി അല്ലെങ്കിൽ വിഷൻ ബേസ്ഡ് ചാലഞ്ചസ് ഉള്ള ബുദ്ധിമുട്ടുകളുള്ള സ്റ്റുഡൻസിന് അവരെ സ്റ്റഡീസിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് CA രജനി ഗോപാൽ. The third story, CA രാജശേഖർ, അഗെയിൻ എ ബ്ലൈൻഡ് പേഴ്സൺ ഹു ഹാഡ് ബിക്കം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇവരൊക്കെ സ്റ്റോറിയിൽ വാട്ട് രാജശേഖർ യൂസ് ടു ഡു വാസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും, ക്ലാസ്സസിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യും, വീട്ടിൽ വരും, ഈ ഓഡിയോ ഫയൽസ് കേൾക്കും. ഇങ്ങനെയായിരുന്നു സ്റ്റഡീസ് ചെയ്തിരുന്നത് എന്നുള്ളത്. രാജശേഖരുടെ മദറിന് വരെ ചില സമയത്ത് ഇത് ഇമ്പോസിബിൾ ആവുമോ എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് ആർട്ടിക്കിൾ പറയുന്നത്. ബട്ട് എനിവേസ് ഹി നെവർ ഗേവ് അപ്പ് ഹിസ് വോയിസ് ഓഡിയോ ഫയൽസിന്റെ ബേസിസിൽ സ്റ്റഡീസ് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ ഇന്റർവ്യൂവിൽ ആർട്ടിക്കിൾ ക്ലിയർലി പറയുന്നുണ്ട്, തിയറി പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഏറെ കുറേ ലെക്ചേഴ്സ് ഒക്കെ ക്ലാസ് പോയി കേട്ടും ഓഡിയോ ഫയൽസ് ഒക്കെ കേട്ടിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഒക്കെ പൊതുവെ നല്ല ലെങ്തി ആയിരിക്കും. അപ്പോൾ എൻ്റെ മറ്റ് ഫ്രണ്ട്സ്, കൊളീഗ്സ്, വിഷൻ ഉള്ള കൊളീഗ്സിന് അവർക്ക് ഒരു പ്രാക്ടിക്കൽ പേപ്പറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ്ലി അത് സോൾവ് ചെയ്യാനും അതിന്റെ വർക്കിംഗ് നോട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് നോക്കാൻ പറ്റുമായിരുന്നു. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ഫോർ മീ എന്നാണ് രാജശേഖർ പറയുന്നത്. പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ ഫ്രണ്ട്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കാര്യങ്ങൾ ഹെൽപ്പ് എല്ലാം വെച്ചിട്ട് അഗെയിൻ ഹി ഓൾസോ ബിക്കെയിം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ 3 സ്റ്റോറീസും വാട്ട് ഇറ്റ് ടെൽസ് us is, നമ്മുടെ അടുത്തുള്ള റിസോഴ്സസ് കാര്യങ്ങളൊക്കെ പോയാൽ ദാറ്റ് ഇസ് നോട്ട് ദി എൻഡ് ഓഫ് എ ജേർണി. നമ്മളെ ജേർണി എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യുന്നതിൽ നമ്മൾ തന്നെ ഗീവ് അപ്പ് ചെയ്യാത്തടത്തോളം കാലം വി ആർ നോട്ട് ഗോയിങ് ടു ലൂസ്. നമ്മൾ തന്നെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇത് പറ്റൂല, വി ആർ ഫൈൻഡിങ് എനി എക്സ്ക്യൂസ് ഫോർ ദാറ്റ്, then it is not going to happen. No, whatever else happens in your life, നിങ്ങൾക്ക് എന്ത് റിസോഴ്സസ് പോയി നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇതൊന്നും നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ഫാക്ടേഴ്സ് അല്ല, ആസ് ലോങ് ആസ് വി ക്വിറ്റ് ഓൺ ourselves. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 3 കാറ്റഗറി സ്റ്റുഡൻസിൻ്റെ കേസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ലാത്ത സ്റ്റുഡൻസ്, വാട്ട് ആർ വി സപ്പോസ് ടു ഡു? നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? ഇവിടെ അഗെയിൻ കേരളയുടെ ഒരു കോട്ട് ഈസ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. It's not about being the best, it's about being better than yesterday.
നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല, ഇനിയിപ്പോൾ 30 ഡേയ്സ് നമ്മൾ കയ്യിലുണ്ട്, ഓർ വാട്ട് എവർ ഹൗ മച്ച് എവർ ഡേയ്സ് ആർ പെൻഡിങ് വിത്ത് us, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? യെസ്, ദർ ഇസ് സ്റ്റിൽ ഹോപ്പ്. പക്ഷെ നിങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ഹോപ്പില്ല, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇന്നും നാളെയും മറ്റന്നാളേക്ക് സ്പെൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് എക്സാം എന്തായാലും നമുക്ക് കൊടുക്കാനുള്ളത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പറേഷൻസ് നടത്തിയിട്ട് പാസ്സായ ഒരുപാട് ആൾക്കാർ ഇൻസിഡൻസും എനിക്കറിയാം. ദർ ഇസ് സ്റ്റിൽ ഹോപ്പ്. വാട്ട് ആർ വി സപ്പോസ് ടു ഡു? നമ്മൾ ഈ സമയത്ത് ഇനി ഫുള്ള് വലിച്ചു വാരി ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് വായിച്ച് തുടങ്ങിയാൽ എവിടെ എത്താൻ പോകുന്നില്ല. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അവിടെ ഏതെങ്കിലും ഏരിയയിൽ നമ്മൾ സ്റ്റക്ക് ആവുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിയുടെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, ഫ്രണ്ട്സിന്റെ കമ്പൈൻ സ്റ്റഡി ഹെൽപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ സമയത്ത് ഓൾമോസ്റ്റ് ഏത് ഫാക്കൽറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ദേ വുഡ് ബി വില്ലിംഗ്. അറ്റ്ലീസ്റ്റ് ഇൻ മൈ കേസ് ഐ ക്യാൻ ടെൽ യു, ഞാൻ ലോ സബ്ജക്റ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ലോ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഇറ്റ് മൈറ്റ് ബി ട്രൂ, നമ്മളെ ഫ്രണ്ട്സൊക്കെ 2 മാസം 3 മാസം 4 മാസം മുമ്പേ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആകെ 1 മാസമേ ഉള്ളൂ. ദേ ഓൾ വുഡ് ബി കോമ്പീറ്റിംഗ് വിത്ത് ദ ബെസ്റ്റ് ഹാൻഡ്. യു കോമ്പീറ്റിംഗ് വിത്ത് യുവർ ഓൺലി ഹാൻഡ്. നൗ കം ഓൺ, ഐ മീൻ വാട്ട് എൽസ് ഡു യു പ്ലാൻ ടു ഡു? നമ്മൾ ടോട്ടലി ക്വിറ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട എന്നുള്ള നിലക്കാണോ? ഏതായാലും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം വി നീഡ് ടു ഗിവ് ദി എക്സാം. നമ്മൾ ഇനി ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സിനൊക്കെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ കയ്യിലുള്ള റിസോഴ്സ് വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. യു ക്യാൻ സ്റ്റിൽ ക്ലിയർ ദിസ് നവംബർ എക്സാം. ഒന്നും തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരെ പോയിന്റ് ഓഫ് വ്യൂ ഐ ടോൾഡ് യു, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫോക്കസ് ചെയ്യുക. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റ് കാര്യങ്ങൾ വലിച്ചു പോകാതൊക്കെ നോക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. പ്രാക്ടിക്കൽ ഏരിയാസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്പ് റിക്വയർഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വരും. നമുക്ക് റിസോഴ്സസ് ഒരുപാടുണ്ട്. ഈവൻ ഒരുപാട് ഇപ്പോൾ ഈ ഒരു കൊറോണയുടെ സമയം വന്നപ്പോൾ ഒരുപാട് ഫാക്കൽറ്റി തന്നെ അവരെ ക്ലാസ്സസ് കാര്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. സ്റ്റഡീസ് തുടങ്ങി പക്ഷേ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ കിട്ടിയത്, ഈ എക്സ്റ്റൻഷൻ. യു ക്യാൻ ക്ലിയർലി യൂട്ടിലൈസ് ദിസ് ഈ ടൈം. വാട്ട് ആർ യു സപ്പോസ് ടു ഡു? നിങ്ങൾ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് RTP അതന്നെ കഴിഞ്ഞ 3 അറ്റംപ്റ്റ് RTP ചെയ്യാം. ഇതൊക്കെ ICAയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ICAയുടെ സൈറ്റിൽ തന്നെ നമുക്ക് സജസ്റ്റഡ് ആൻസേഴ്സ് ഉണ്ട്. വാട്ട് ആർ സജസ്റ്റഡ് ആൻസേഴ്സ്? ICA ഇതുവരെ നടത്തിയിട്ടുള്ള എക്സാംസ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിന്റെ ആൻസേഴ്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് ആർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് വി ഹാഡ് ആസ്ക്ഡ് ആൻഡ് ദീസ് ആർ ദി ആൻസേഴ്സ് ദാറ്റ് വി എക്സ്പെക്ടിംഗ് ഫ്രം യു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഏരിയാസ് പ്രാക്ടീസ് ചെയ്യാം. ഇത് ചെയ്യാൻ പറ്റിയ ടൈം അപ്പോൾ ഈ സമയത്ത്. അതല്ലാതെ നിങ്ങൾ ഓൾ ടുഗദർ പുതിയ ഒരു ബുക്കിലേക്കൊന്നും പോകാൻ നിൽക്കില്ല. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത ബുക്ക് എന്താണോ അത് വെച്ചിട്ട് തന്നെ ഫോളോ ചെയ്യാൻ നോക്കുക. മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സ്റ്റാർട്ടിംഗിൽ ഇതുവരെ ഇത് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് സ്റ്റാർട്ടിംഗിൽ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ തോന്നും. ബട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ലെറ്റ് മി ടെൽ യു വാട്ട് വിൽ ഹാപ്പൻ ഇസ് എക്സാം ഹാളിൽ പോകുമ്പോഴാണ് നിങ്ങൾ ICA ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ട് ഞെട്ടാൻ പോകുക. സോ അതിനേക്കാളും ബെറ്ററാണ് ഈ ഒരു സ്റ്റഡി ലീവിന്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻസ് കണ്ട് ഞെട്ടിയിട്ട് അത് നിങ്ങൾക്ക് ഫാക്കൽറ്റിയുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ഞെട്ടൽ എക്സാം ഹാളിൽ പോകുമ്പോൾ കുറയും. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. തേർഡ് കാറ്റഗറി എല്ലാം ചെയ്ത് കഴിഞ്ഞു സാറേ. നിങ്ങൾ ഈ പറഞ്ഞ RTPയും MTPയും സജസ്റ്റഡ് ആൻസേഴ്സും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പ്ലസ് ലെറ്റ് മി ടെൽ യു വൺ മോർ തിങ്, നമ്മൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരോടും പ്ലസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ ആൾക്കാരോടും, നിങ്ങൾ ഇതുവരെയുള്ള പ്രിപ്പറേഷനിൽ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ടഫാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടിയ എക്സ്റ്റൻഷനിൽ നിങ്ങൾ ആ സ്കിപ്പ് ചെയ്ത ടോപ്പിക്സ് വെച്ചിട്ട് തന്നെ എക്സാം ഹാളിൽ പോകാൻ നിൽക്കില്ലേ? നിങ്ങൾ ഇൻവെസ്റ്റ് ഓൺ ദോസ് ടോപ്പിക്സ്, ടൈം അതിൽ സ്പെൻഡ് ചെയ്യുക, അതിലുള്ള കോൺസെപ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ നോക്കുക. ദാറ്റ് ഇസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞതാ. നമ്മൾ May 20 എക്സാംസിന് തന്നെ നമ്മൾ പ്രിപ്പറേഷൻസ് ഫുൾ RTPയും MTPയും എല്ലാം കഴിഞ്ഞത് നമ്മൾ എക്സാം എഴുതാൻ അങ്ങനെ മുട്ടി നിൽക്കുന്നു. അപ്പോഴാണ് മെയ്ത്തെ എക്സാംസ് പോസ്റ്റ്പോണ്ട് ചെയ്ത് ഓഗസ്റ്റിലേക്ക് എത്തിയത്. അതും കഴിഞ്ഞ് ഇപ്പോൾ നവംബർ എക്സാം പോസ്റ്റ്പോണ്ട് ആയി. ഇപ്പോൾ ആകെ ചടച്ച് നിൽക്കുക സാറേ. പഠിത്തത്തിനോട് നിവർത്ത് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇൻ ദിസ് കേസ് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് ടേക്ക് എ പ്ലാൻഡ് ബ്രേക്ക്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. പ്ലാൻഡ് ബ്രേക്ക്. നിങ്ങൾ ടോട്ടലി സ്റ്റഡീസുമായിട്ട് ടോട്ടലി വിട്ട് നിൽക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സ് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ സ്റ്റഡീസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി എക്സാം എന്ന് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആസ് ഓഫ് നൗ 30 ഡേയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ റിവൈസ് ചെയ്യാൻ എത്ര ഡേയ്സ് വേണ്ടി വരും? പെർ സബ്ജക്ട് 2 ഡേയ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത്? ആ ഒരു ബാക്ക് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഒരു 16 ഡേയ്സ് അല്ലെങ്കിൽ 20 ഡേയ്സ് മാറ്റി വെച്ചിട്ട് ഒരു 10 ഡേയ്സ് വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു? ഒന്നെങ്കിൽ ആ രീതിയിലുള്ള ബ്രേക്ക് എടുക്കുക, ഓർ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, അതിൻ്റെ കൂടെ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്ത് പോവാം. നമ്മൾ ഇഷ്ടപ്പെട്ട ഫാക്ടേഴ്സിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും, അയ്യോ ഞാൻ പഠിക്കേണ്ട ടൈമാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ മെന്റാലിറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാനും പോകുമ്പോൾ ഇതൊക്കെ കണ്ട് മടുത്ത എക്സാം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടും നടക്കാത്തൊരു സിറ്റുവേഷൻ. അന്നേരം മറിച്ച് നിങ്ങൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് യു ഡൂയിങ് സംതിങ് ദാറ്റ് യു ലൈക്ക്, നിങ്ങൾ അത് എൻജോയ് ചെയ്യാന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് വെൻ യു കം ബാക്ക് ടു യുവർ സ്റ്റഡീസ് നിങ്ങൾ വീണ്ടും നിങ്ങൾ ഫുൾ എഫിഷ്യൻസിയോട് കൂടിയാണ് നിങ്ങൾ സ്റ്റഡീസിലേക്ക് തിരിച്ചു വരുന്നത്. സോ ടേക്ക് എ പ്ലാൻ ബ്രേക്ക്. ആൻഡ് റിമെമ്പർ വൺ മോർ തിങ്, നമ്മൾ ഈ കൊറോണയൊക്കെ വന്നത് കാരണം നമ്മൾ എക്സാംസ് മാത്രമേ പോസ്റ്റ്പോണ്ട് ആയിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആയിട്ട് ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമ്പോഴും
ക്ലാസ്സസ് പോസ്റ്റ്പോണ്ട് ആയി, എക്സാം മാത്രമേ പോസ്റ്റ്പോണ്ട് ആയിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ആ ഒരു എൻറ്റയർ ഏപ്രിൽ എന്നുള്ള മന്തോ ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് വെൻ വി എക്സ്പെക്ടിങ് ടു ഗോ ബാക്ക് ടു നോർമൽ, നമ്മൾ 2020 ഏപ്രിൽ എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളെ ലൈഫിൽ നിന്ന് ഇപ്പോഴും ഡേയ്സ്, വീക്സ്, മന്ത്സ്, ഇൻഫാക്ട് 2020 എന്നുള്ള ഇയർ തന്നെ പാസ് ഔട്ട് ആവാൻ പോവാൻ നിൽക്കുകയാണ്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, ഓർ ഈവൻ ഇഫ് നമ്മുടെ സ്റ്റഡീസിൽ തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ്. എക്സലിലെ ഒരുപാട് ഫ്രീ കോഴ്സസ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് സ്പീഡ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ദീസ് സർട്ടൻ ഫാക്ടേഴ്സ്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അതൊന്നും ചെയ്യാതെ മടിച്ചൊക്കെ നിന്ന് നമ്മൾ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് കണ്ടമാനം ടൈം ഉണ്ട്. അവസാനം വർക്ക് അറ്റ്മോസ്ഫിയറിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഓരോ സെക്കൻഡും വാല്യബിൾ ആണെന്നുള്ള ടൈമിലാണ് നമ്മൾ ചിലപ്പോൾ എക്സലിൽ തന്നെ ഒരുപാട് ട്രിക്സ് വിച്ച് വി ക്യാൻ യൂസ്. അത് നമ്മൾ അറിയാത്തത് കാരണം നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ടൈം. ഈ ഒരു ട്രിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്ര കുറഞ്ഞ ടൈം കൊടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഫാക്ടേഴ്സ് ഒക്കെ. അപ്പോൾ ഞാൻ തന്നെ പല സംഭവങ്ങളൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി കഴിഞ്ഞിട്ടാണ് പഠിക്കുന്ന സിറ്റുവേഷൻസ് വന്നത്. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആണ്. ഓർ നിങ്ങൾക്ക് അങ്ങനത്തെ ഫാക്ടേഴ്സിനോട് ഒന്നും താല്പര്യമില്ല, വോട്ട് എവർ യു ലൈക്ക് ഫോട്ടോഗ്രാഫി, അതിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് മ്യൂസിക് ആണ് ഇഷ്ടം, അതിൽ പ്രാക്ടീസ് ചെയ്യുക, അതിൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷം അത് പോവുക തന്നെ ചെയ്തു, അല്ലാതെ ഈ ഒരു ഇയർ ഫുൾ ആയിട്ട് പോസ്റ്റ്പോണ്ട് ആവുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അൺടിൽ നൗ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ കൊറോണ വരുന്നതിന് മുമ്പ് വരെ CA ഇന്റർണൽ ക്ലാസ്സസ് എടുക്കുന്ന തിരക്കിൽ, ഓൾമോസ്റ്റ് നല്ല പാക്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, കേരളത്തിൽ ഫുൾ ക്ലാസ്സസ്, ചെന്നൈ, കോയമ്പത്തൂർ, അങ്ങനെ ക്ലാസ്സസ് എടുത്ത് പോകുന്ന തിരക്കിൽ CA ഫൈനൽ ക്ലാസ്സസ് എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒരുപാട് കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നും ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റിയിട്ടില്ലെന്നും. ഇപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പല ബ്രാഞ്ചസ് എല്ലാം ക്ലബ് ചെയ്ത്, ക്ലാസ്സസിന്റെ ബാച്ചസ് എല്ലാം ക്ലബ് ചെയ്ത് പല ബാച്ചസ് ക്യാൻസൽഡ് ആയി. കണ്ടമാനം ടൈം ഉണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എൻ്റെ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് CA ഫൈനലിന്റെ ക്ലാസ്സസിന്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്ത്, ഇൻഫാക്ട് നവംബർ 2020 എക്സാമിലേക്ക് ഒരു ബാച്ചും കംപ്ലീറ്റ് ചെയ്ത്, പ്ലസ് മൈ സെക്കൻഡ് പാഷൻ, എൻ്റെ ഫസ്റ്റ് പാഷൻ ടീച്ചിങ് ആണ്, സെക്കൻഡ് പാഷൻ ബൈക്ക് റൈഡ്സ്, അതിൻ്റെ വീഡിയോഗ്രഫി, ട്രാവലോഗ് ഉണ്ടാക്കുക, കാര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം ഫോക്കസ് ചെയ്ത്, പ്ലസ് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, ട്രാവലൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, ക്ലാസ്സസ് ഷെയർ ചെയ്യുക എന്നുള്ളത്. ബട്ട് അത് ഇത്രയും കാലം ഒരു ആഡ് ഓൺ ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്, ക്ലാസ്സസ് ഒക്കെ ഓഫ്ലൈൻ നടക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആഡ് ഓൺ ഫെസിലിറ്റി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള നിന്നിരുന്ന കാര്യം 2020 ആയപ്പോൾ എല്ലാം ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഐ തോട്ട് മേ ബി ദിസ് ഇസ് ദ റൈറ്റ് ടൈം, ആൻഡ് ഹിയർ ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു. ആരോടെ സംസാരിക്കുന്നത് എന്ന് പോലും അറിയാതെ ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തുന്ന യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഞാൻ ക്ലാസ്സസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനും തുടങ്ങി. ദീസ് ആർ certain ഇൻസ്റ്റൻസസ് വിച്ച് മേ ബി ഐ കുഡ് റിലേറ്റ് ടു യു. എൻ്റെ ട്രാവലിംഗ് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ടീച്ചിങ് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്. ഇങ്ങനെ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്ക് ഈ 2020 ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ഇതുവരെ നടക്കാത്ത പല മേ ബി ഡ്രീംസ്, ഫാക്ടേഴ്സ് ഈ ഒരു വർഷം നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ചെയ്യാൻ പറ്റിയ ടൈമാണ്. ടൈം കണ്ടമാനുണ്ട്, പ്ലാൻ ചെയ്ത് വെച്ച ഫാക്ടേഴ്സും ഉണ്ട്. ദ ചോയ്സസ് ആസ്. നമുക്ക് നടന്നു കഴിഞ്ഞ ഫാക്ടേഴ്സിനൊക്കെ ബ്ലെയിം ചെയ്യാം, ഓർ എക്സ്ട്രാ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്ത ഓരോ ഇൻസിഡൻസും, അങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഓരോ ഇൻസിഡൻസും ഐ മീൻ ജസ്റ്റ് ഇമാജിൻ ഫ്രം ദെയർ പോയിന്റ്. അവർക്ക് ക്ലാസ്സിൽ എന്താ നടക്കുന്നത് എന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ രജനിയുടെ സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്ത്, അല്ലെങ്കിൽ രാജശേഖരുടെ സ്റ്റോറി ഷെയർ ചെയ്ത്, ഇപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ആ സമയത്ത് ആലോചിക്കാറുണ്ടായിരുന്നു. അക്കൗണ്ട്സ് ക്ലാസ്സിൽ അല്ലെങ്കിൽ കോസ്റ്റിംഗ് ക്ലാസ്സിൽ കണ്ണൊക്കെ കെട്ടിയിട്ട് ക്ലാസ് റൂമിൽ പോയിട്ട് ഇരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ കേക്ക് ഐ മീൻ ഫാക്കൽറ്റി ബോർഡിൽ എഴുതുന്നത് നോക്കിയിട്ട് വരെ ഒരു തേങ്ങ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ഒന്നും കാണാതെ ഇരുന്നിട്ട് വോയിസ് വെച്ചിട്ട് പഠിച്ചിട്ട് ഇഫ് ദേ കുഡ് അച്ചീവ് ഇറ്റ്, ദ സ്റ്റോറി ടെൽസ് us that we can also achieve this. ബട്ട് നമ്മളിനെ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യണം, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സാറേ, സംഭവമൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കൊറോണ, എക്സാം നടക്കുമോ, കണ്ടെയ്ൻമെന്റ് സോണ്, ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോൺ ആവുക, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഇടയിൽ സിംറ്റംസ്, ഇതൊക്കെ ഫ്യൂച്ചറിലുള്ള ഫാക്ടേഴ്സ്. നിങ്ങൾ അതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ട് വരാൻ പോണ സാധനം എന്തായാലും നിങ്ങൾ അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിട്ട് മാറാനും പോകുന്നില്ല. ബട്ട് തിങ്ക് ഇൻ ദിസ് വേ, അസ്യൂം എല്ലാം ഫേവറബിൾ ആയിട്ട് പോവാണ്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടെയ്ൻമെന്റ് സോൺ അല്ല, നിങ്ങൾ എക്സാം ഹാൾ കണ്ടെയ്ൻമെന്റ് സോൺ ആവുന്നില്ല, ICI പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഫുൾ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രോട്ടോകോള് എല്ലാം അവരും ചെയ്തു, എല്ലാം ഫേവറബിൾ ആയിരുന്നു. പക്ഷെ നിങ്ങൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു. തിങ്ക് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ സിനാരിയോ. യൂഷ്വലി CA എക്സാംസിൽ പല സ്റ്റുഡൻസ് റേസ് ചെയ്യുന്ന കൺസേൺസ് പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, RTPM, TP സർച്ച്ഡ് ആൻസേഴ്സ് ഫുള്ള് പ്രാക്ടീസ് ചെയ്യുക, എല്ലാത്തിനും കിട്ടിയ ടൈമാണ്. ഇങ്ങനത്തെ ചാൻസും കിട്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ലെങ്കിൽ, സോ ആസ് ഐ ടോൾഡ് യു, ദ ചോയ്സസ് ആസ്. നമ്മൾ നമ്മുടെ ഡ്രീം ക്വിറ്റ് ചെയ്യുക. പ്രോബ്ലംസ് ഉണ്ട്, ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയും വന്നുകൊണ്ടിരിക്കും. അത് പല ടൈപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. ഐ എം നോട്ട് സെയിങ് കൊറോണ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ കൊറോണ പ്രോ ലോഞ്ച് ആവും, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കൊറോണ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വൺസ് ഇൻ 100 years സംഭവിക്കുന്ന ഒക്കറൻസ് ആണ്. അപ്പോൾ ബട്ട് ഇതിന്റെ മുമ്പ് ഇങ്ങനത്തെ സിനാരിയോസ്, ഇങ്ങനത്തെ പാൻഡമിക്സ് ഉണ്ടായ സമയത്തുള്ളതിനേക്കാളും നമ്മൾ എത്രയോ ബ്ലെസ്ഡ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ.
ഇപ്പോൾ നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ്, പല ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഫാക്ടേഴ്സ്, പാസ്റ്റ് കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. ആൻഡ് ലൈക്ക് ഐ ടോൾഡ് യു, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇപ്പോൾ ഞാനെന്നല്ല, ഏതൊരു ഫാക്കൽറ്റി നമ്മുടെ സ്റ്റുഡൻസ് എക്സൽ ചെയ്യണം, അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണം, സക്സസ്ഫുൾ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുള്ളൂ. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ലോ എന്നുള്ള സബ്ജക്ട്, അത് ഫൗണ്ടേഷൻ ആവട്ടെ, ഇന്റർ ആവട്ടെ, ഫൈനൽ ആവട്ടെ, ഓർ വാട്ട് എവർ, ലോ എന്നുള്ള സബ്ജക്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും യു മേ കോൺടാക്ട് മീ. എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഐ വുഡ് ഡു. ഇഫ് യു ലൈക്ക് ദിസ് കണ്ടന്റ്, യു നോ വാട്ട് ടു ഡു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. I would come back to you with more interesting topics.